ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഭയങ്കര വാശിയാണ് കേട്ടോ. ട്രെൻഡിങ് ആണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് കിടങ്ങൂ. ഉണ്ണാളെ നാനും വരെ ഞാൻ പിന്നാലെ വന്നു. അടുത്തത് പിന്നെ ചേച്ചി സ്റ്റാർ മാജിക്കിൽ എപ്പോഴും കളിക്കാനുള്ള സ്റ്റെപ്പ്. ഓ കുട്ടീനെ പഠിച്ചിരിക്കണം. റെഡി? ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ണാളെ നാനും വരെ. ഞാൻ ബാക്കിൽ നിന്ന് പാടിയാ മതിയോ? അല്ല, കളിക്കണം. ഉണ്ണാളെ നാനും വരെ. ഇങ്ങനെ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കണം അല്ലേ? ഗൈസ്, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന് പറയുന്ന പോലെ പാട്ടില്ലാത്ത ഒരു തരം അപൂർവ ഇനം ഒരു ഡാൻസ് ആണ് ഈ കോപ്പിറൈറ്റ് ഭഗവതി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. വന്ന് കടാക്ഷിച്ചത് കൊണ്ട് കോപ്പിറൈറ്റ് അടിച്ചു ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഡാൻസ് നിങ്ങൾക്ക് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ശരിക്കും ഞാൻ തന്നെ പാടി പെർഫോം ചെയ്യുന്നതായിരിക്കും. ആൻഡ് വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ ഒരു 2.5 സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടിട്ട്. പക്ഷേ ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. തൃശ്ശൂർ പൂരായിട്ട് ഞങ്ങളുടെ ഒരു ഗംഭീര റീല് വരാൻ നിങ്ങൾ എന്ത് പാപം ചെയ്താമോ, പക്ഷെ അത് കാണിപ്പിച്ച് അടങ്ങും. അപ്പൊ എന്തെങ്കിലും തുടങ്ങുകയല്ലേ? യെസ്. ഇനി സത്യം പറഞ്ഞാൽ റെസ്റ്റ് വേണം. കാരണം കുറെ നേരമായി ഞങ്ങള് വേറൊരു റീലിൽ നിന്ന് ഈ ഒരു റീലിലേക്ക്, ഈ റീലിൽ നിന്ന് ആ ഒരു റീലിലേക്ക്. ആൻഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി, നമ്മുടെ ഫാമിലിയിലെ അടുത്ത ആളാണ്. ഇതാണ് ആദു. ശരിക്കുള്ള പേര് പറഞ്ഞോളൂ. ആതിര. ആദു എന്നാ വിളിക്കുക. ചെറിയ ചിന്ന പൊണ്ണ്. എത്ര വയസ്സായി? 23. ഒയ്യോ, വളരെ ചിന്ന പൊണ്ണ്. അപ്പളേ ഇത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണു അതെല്ലാം കോപ്പി അടിച്ച് ചെയ്യാനായിട്ട് കക്ഷി റെഡിയാ. അപ്പൊ എന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാമ്പഴ സീസൺ ആണല്ലോ, ഒപ്പം നല്ല മഴക്കാലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സംഗതി മാമ്പഴം വെച്ചിട്ട് ഉണ്ടാക്കി തരാം. വെറൈറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം, അത് ഇങ്ങനെ കണ്ണിലൊന്ന് പെട്ടു. അതുകൊണ്ട് ഡാൻസ് പഠിച്ച് ഡാൻസ് കളിച്ച അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയാലോ? ഓക്കെ, ഡീൽ. നോ ഡീലാണോ ഞാൻ അകത്ത് പോയിട്ട് പറയാട്ടോ. എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുണ്ടാക്കാൻ പോണേ? മാങ്ങാപ്പുട്ട്. മാങ്ങാപ്പുട്ട്, മാമ്പഴപ്പുട്ട്. മാങ്ങാപ്പുട്ടല്ല, മാമ്പഴപ്പുട്ടാണ്. മാമ്പഴത്തോണ്ട് ഉണ്ടാക്കണ പുട്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഡിഫറൻസ് പറഞ്ഞുതരാം. മാങ്ങ എന്ന് പറയുമ്പോ പച്ചമാങ്ങ, മാമ്പഴം എന്ന് പറയുമ്പോ പഴുത്തത്. ഫോർ എക്സാമ്പിൾ അതിങ്ങനെ ഇരിക്കും. നിങ്ങൾ കണ്ടോ? കഴിച്ചു നോക്കി. വേണ്ട, കൊതി പറ്റണ്ടതാ. ഇനി ഞങ്ങളല്ല, ഈ ഞാൻ അടിച്ചു മാറ്റിയ വൈറൽ കണ്ടന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മാമ്പഴപ്പുട്ട്. ഇവിടെ നോക്കി നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നു. എന്താന്നറിയില്ല, കോപ്പി അടിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? സത്യം പറയണം. ചെറുതായിട്ട്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം കോപ്പി അടിച്ചത്? അങ്ങനെയൊന്നുമില്ല, എല്ലാ ക്ലാസ്സിലും കോപ്പി അടിക്കുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് പ്രിന്റഡ് ആയിട്ടുള്ള സൽവാർ ഉണ്ടാവില്ലേ, അപ്പൊ ഞാൻ ഈ ഷോളിന്റെ തുമ്പത്തൊക്കെ ചെറുതായിട്ട് എഴുതിയിടും എനിക്ക് കിട്ടാത്ത സംഗതികളൊക്കെ. ഷോളാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ നോക്കി, ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇതാ പറഞ്ഞു വന്നത് കോപ്പി അടിച്ച ഈ വൈറൽ കണ്ടന്റിനെ പറ്റിട്ടോ. മാമ്പഴപ്പുട്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേ? ആദ്യം നമുക്ക് പുട്ടുപൊടി. പുട്ടുപൊടി എടുത്ത് കുറച്ച് ഉപ്പ് എടുത്തിട്ടായിരുന്നു. അങ്ങനെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ബൈ ദ വേ, ആദുവിനെ ഒന്ന് പരിചയപ്പെടുത്തിട്ട്. ആദു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ അമ്മയുടെ വീട്ടില് അമ്മ തൊട്ടിലാട്ടി തരും. അപ്പൊ ഞാൻ വാവോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുട്ടി കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ കൂടെ എന്ന് പറയുമ്പം അമ്മയുടെ കൂടെ ജോളി അടിച്ച് ഹസ്ബൻഡിനെ ഈ ഓടിക്കണ്ട, ഹസ്ബൻഡിനെയും കൂടെ എന്ന് പറയൂ. അതെ. അപ്പൊ അടിപൊളിയായിട്ട് പോണു. ലൈക്ക് വർക്ക് ഒക്കെ ചെയ്തിരുന്നാണ്. ഇപ്പൊ പിന്നെ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഇതായിരുന്നു നേരത്തെ കണ്ട ആഫ്റ്റർ എഫക്ട് എന്റെ നെഞ്ചത്ത്. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എന്തായിരുന്നു? ഒന്നുമില്ല, ചായ ഉണ്ടാക്കി. ചായ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഹസ്ബൻഡിന്റെ റിയാക്ഷൻ നോക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് യൂഷ്വൽ നല്ല ഊള കാപ്പി ആയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ വിധി ഇന്ന് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തരികയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ശക്തമായി എതിർക്കണം ഗൈസ്. ഉപ്പ് നമുക്ക് ചേർക്കാം. ഓക്കെ, നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, എല്ലാം കുട്ടി പറയണ പോലെ. ഗൈസ്, അങ്ങനെ നമ്മള് മാമ്പഴക്കാലത്ത് എന്തൊക്കെയാ ഓർമ്മയുള്ളേ? മാവില് കയറിയിട്ടുണ്ടോ?
കേറിയിട്ടുണ്ട്. മറ്റേ ഇടിഞ്ഞു പൊളിഞ്ഞു ഞാൻ മതിലിന്റെ മുകളിൽ കേറിയിട്ടുണ്ട്. പക്ഷെ മാമിന്റെ മുകളിലിട്ട് ഞാൻ മറ്റേ തോട്ടെടുത്തിട്ട്. പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും മാവി കയറിയത് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടായിരുന്നു. ആ കണ്ടന്റ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിടാം. അതായത് ഏതോ ഒരാളുടെ വീട്ടില് കൈയും കാലും പിടിച്ച് നമ്മൾ ഏറ്റവും മുകളിൽ കയറിയിട്ട് ലാസ്റ്റ് മാങ്ങയും ഒരു കൊല മാങ്ങയും കൊണ്ടാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ആദ്യമായിട്ട് അമ്മിയിൽ ഞാൻ ചമ്മന്തി അരച്ചു. ഓക്കെ, ഈ മാമ്പഴത്തിന്റെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും കഥയുണ്ടോ? അമ്മ മാർക്കറ്റിൽ പോയി മേടിച്ചു കൊടുക്കും. പക്ഷെ ഈ മാങ്ങയുടെ പേര് കാലാപ്പാനി. കാലാപാനിയോ? അതെന്താ കഴിച്ച ചെമ്പൂവേ പൂവേ? നല്ല ടേസ്റ്റ് ഉണ്ട് കാലാപാനി അല്ലേ? ശരി, അപ്പൊ ഈ കാലാപാനിയുടെ മാമ്പഴപ്പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താവുന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ദാ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് നെക്സ്റ്റ്? ഇനി നമുക്ക് മിക്സ് ചേർക്കാണ്ട് കുറച്ച്. ഓക്കെ, നമ്മള് പെട്ടെന്ന് കുറച്ച് മാമ്പഴം, കാലാപാനി മാമ്പഴം കൈയൊക്കെ നന്നായിട്ട് വാഷ്ഡ് ആണ്. നമ്മള് മാമ്പഴം ഇതിലേക്ക് ഇട്ടു. ഇത് നമ്മള് ലൈക്ക് ഇത് ഭംഗിക്കുള്ളതല്ലേ, ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ വേണ്ടിട്ടല്ലേ. അപ്പൊ മാമ്പഴം ഇട്ടു. ഇനി എന്താ, ഞാൻ സഹായിക്കുന്ന ആളാണ് കേട്ടോ. നമുക്ക് കുറച്ച് പാലൊഴിക്കണമെങ്കിൽ. ഓക്കെ, അമ്മേ കത്തിരിക കണ്ടോ, വെറുതെ പാല് വെച്ചു, പിന്നെ മാമ്പഴം ഇട്ടു. അല്ല, മാമ്പഴം ഇട്ടിട്ടാണ് പാല് വെച്ചത്. സ്റ്റെപ്പ് ഒന്ന് മാറിപ്പോയി. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ്? ഇനി നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഓക്കെ, ഈ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തോട്ടെ? ചേച്ചി ചേർത്തോ. ഓക്കെ, ഞങ്ങളുടെ കൊതി പറ്റിക്കഴിഞ്ഞാലേ ഇതെന്താ തീർത്തോ? അയ്യോ, ഞാൻ ഡയറ്റിലായിരുന്നു. ഓ, എന്തൊരു ടേസ്റ്റ് ആണേ. ഞങ്ങൾ കൈ കഴുകിട്ട് വരാം ഗൈസ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങള് കൈയൊക്കെ കഴുകി ഡീസന്റ് ആയി. ഇത്തിരി കൂടെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ, പക്ഷെ വി ഹാവ് ടു കൺട്രോൾ. ഓക്കെ, ഇനി ഇത് ഒഴിക്കണം അല്ലേ? ഓക്കെ, ഇതിലിപ്പോ ഇത് ആരുണ്ടാക്കണേന്ന് ചോദിച്ചാ നന്നായോ ഞാൻ പൊട്ടയായ. കുറച്ചൊഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ സ്റ്റൈല് കാണിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ മാമ്പഴം, പാല്, മിൽക്ക് മെയ്ഡ്. ഇനി എന്ത് വേണം? നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. ഇതാണ് നമ്മുടെ സീക്രട്ട് റെസിപ്പി. മാമ്പഴവും പിന്നെന്തായിരുന്നു? പാലും മിൽക്ക് മെയ്ഡും. ദാ ഇങ്ങനെ വരും കേട്ടോ. ശരിക്കും നമ്മുടെ ജ്യൂസിന്റെ നമ്മൾ ഷുഗർ ഇട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യണം. നമ്മള് ഒരു സത്യം പറയട്ടെ, എനിക്കിപ്പോ ഭയങ്കര ഒരു മതിപ്പ് വരുന്നുണ്ട്. ഇത്ര നേരം എനിക്കത് ഉണ്ടായിരുന്നില്ല. ഇത് 4 കാലിലേ നമ്മള് വീഴുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിച്ചാ നമ്മള് ബോധം കിട്ട് വീഴും. ടേസ്റ്റ് ഉണ്ട്. ചേച്ചിന് ഞാനൊക്കെ ഉണ്ടാക്കാം. ഗൈസ്, ഇത് ഉണ്ണിയപ്പത്തിന്റെ ഗൈസ് ഇവിടുന്ന് പല കൗണ്ടറും വന്നു തുടങ്ങി. നമ്മൾ ഒഴിച്ച ബാറ്റർ കുറച്ച് കൂടിപ്പോയി. വേറൊരു ഐഡിയ നമ്മുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, അതുന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എന്താണ്? ഒരു പാക്കറ്റ് നീട്ടി വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു വലിയ കൗണ്ടർ ഇവിടെ വന്ന് വീണിട്ടുണ്ട്. അതായത് സ്റ്റോപ്പ്, ഇത് ചപ്പാത്തി അല്ല, ഇത് പുട്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീട്ടുകാരെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ ആയിട്ടോ. റേഷ്യോ ഒക്കെ എല്ലാവർക്കും തെറ്റൂലോ. ഇനിയിപ്പൊ നമുക്ക് നോക്കാം. ഇനി എന്താ? ഇനി നാളികേരം ചേർക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓ, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ഇത് കണ്ടു നിൽക്കാൻ വയ്യ. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയാൻ കഴിച്ചിട്ട്. പിന്നെ അതുമല്ല, ലൈക്ക് എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് പുട്ട് അല്ലേ, അരിപ്പുട്ട് 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 അല്ലെങ്കിൽ റാഗിപ്പുട്ട് കഴിച്ച് നമുക്ക് ബോറടിക്കും. അപ്പൊ സ്വീറ്റ് ആയിട്ടുള്ളൊരു പുട്ട് കുട്ടികൾക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഇഷ്ടേ അല്ലായിരുന്നു. അതായത് കുട്ടിക്കാലത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പോഴും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ദോശ തന്നെ എനിക്ക് അത്ര സന്തോഷമാണ്. പുട്ട് എന്താ പ്രശ്നം എന്നറിയോ? ഓരോ വായ കഴിക്കുമ്പോഴും പ്ലേറ്റിൽ കൂടി വരുന്ന പോലെ എനിക്ക് തോന്നും. എന്നെ പോലെ തോന്നുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോട്ടാ. അപ്പൊ എന്തായാലും 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഒന്ന് കുറുക്കം വിളിച്ചിറങ്ങിയിട്ട് വരാം. ഞങ്ങളൊരു ഹാഫ് ആൻ അവർ ഇവിടെ റെസ്റ്റ് ആക്കാൻ വെച്ചു കേട്ടോ. റെസ്റ്റ് ചെയ്യിപ്പിച്ചു, ഞങ്ങള് റെസ്റ്റ് എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ പോകാം. അല്ലെങ്കിൽ ഈ വീഡിയോ മൊത്തം തള്ളലായിരുന്നു. ഓക്കെ, അതിന് മുമ്പ് എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. അടിപൊളി. വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. നമുക്ക് ആ എന്താ പറയാ, മാമ്പഴത്തിന്റെ ഫ്ലേവർ മാത്രം മതി.
കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മാമ്പഴം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഓക്കേ, അപ്പോ സീരിയസ്ലി സ്പീക്കിംഗ് ഈ പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണ്. നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടു അല്ലേ, അപ്പൊ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു, ഭയങ്കര കൊതിയായിട്ട്. അപ്പൊ ഇന്നത്തെ ദിവസം കുറെ ഡാൻസ് കളിച്ച് എഫേർട്ട് എടുത്തതുകൊണ്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ഇനി എന്ത് ചെയ്യാൻ പോണു, കുറച്ച് തള്ളാൻ പോകും. ഇനി അവിടെ പോയി നമ്മളിത് നമുക്ക് അടുപ്പിൽ വെക്കാം. ഓക്കെ ഓക്കെ, ഒരു കൈ അബദ്ധം സോഷ്യൽ മീഡിയ കാണുന്നത് ഉണ്ടാക്കാൻ ശ്രമിച്ചതാ, നടക്കണില്ല. ഇതെന്താന്നറിയോ, ചേച്ചി പറഞ്ഞ മാറി. അതായത് നമ്മളിതിൽ ഒരുപാട് മാങ്ങ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു ജാമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടോ, ബൈ എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്താൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്കിനി വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം അല്ലേ, ആവി വരട്ടെ. പുലരാൻ തുടങ്ങുമൊരു യാത്രയെ ഹൃദയം പിടഞ്ഞ പ്രിയ സ്വപ്നമേ, എന്താ ഈ പാട്ട് പാടാൻ കാരണം എന്നറിയോ, സമറിൻ ബത്ലഹേമിലെ ശരിക്കും ആ ഒരു ബംഗ്ലാവും ആ ഒരു ആംബിയൻസ് പോലെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര മഴ, ആ ഒരു ജനല്, അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ പ്ലാന്റ്സ്, ആൻഡ് ഒപ്പം ആ മഞ്ഞിന് ഊട്ടിയിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ട് പുട്ടും കുറ്റിന്ന് ആവിയും വരിക. അപ്പൊ ഞങ്ങൾ അതൊരു ഫോഗായിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണ്. അപ്പോ ഏകദേശം നമ്മൾ സക്സസ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഞങ്ങളുടെ തള്ള ഏകദേശം വിജയിച്ചു എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് നല്ല മഴ പുറത്ത് പെയ്യണു, അതിന്റെ കൂടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ മാമ്പഴ പുട്ടും ഏലക്കായ ഇട്ടിട്ടുള്ള കട്ടൻ ചായ. പക്ഷെ രക്ഷ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല, ഒരാളുടെ നിർബന്ധത്തില് ചേച്ചിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷെയർ ഇട്ടിട്ടാണ് ഇത് ലാസ്റ്റ് ഉണ്ടാക്കി. നോക്കാം. യെസ്, ഒരു കുറ്റിയും കൂടെ ഉണ്ട് കേട്ടോ ഇനി. വാ, സൂപ്പർ. സത്യം പറയട്ടെ, എനിക്ക് ഇപ്പോഴാണ് ഒരു മതിപ്പ് വന്നത്. അയ്യോ, അത് വേറെ ലെവൽ ട്ടോ, കഴിക്കാൻ കൊതിയായി. നമുക്ക് ഇവിടെ തന്നെ നിന്ന് കഴിച്ചാലോ? അല്ല, വേണ്ട വേണ്ട, ഇതില് കുറച്ച് സീക്രട്ട് സംഭവം, സർപ്രൈസും കൂടെ ഉണ്ട് ഇനി. അപ്പൊ ഇതിന്റെ കൂടെ മാംഗോയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും പിന്നെ പാലും നേരത്തെ നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത സെയിം സാധനം ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നല്ല ആവി പുറക്കണ മാമ്പഴപ്പുട്ടിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഒഴിച്ച് കാണിച്ചു കൊടുക്കാം, എന്നാലും അവർക്ക് മനസ്സിലാവുള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആണ്, ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യൂ. സംഗതി ഞങ്ങൾ അടിച്ചു മാറ്റിയതാണെങ്കിലും അല്ലേ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇത് ചെയ്യാറില്ല. ഇത് അടിച്ച് ചേർക്കണതിന്റെ കൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കുതിർത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാ. മാമ്പഴത്തിന്റെ സ്ലൈസസും കൂടി ഇടണം കേട്ടോ. അപ്പം നിങ്ങളിത് മസ്റ്റ് ട്രൈ. താങ്ക് യു. ഡാൻസും പഠിച്ചു, നല്ലൊരു ഫുഡും കഴിച്ചു. ഞങ്ങൾ തള്ളിയോ ഗൈസ്? തള്ളിയെങ്കിൽ നിങ്ങൾ സിൻസിയർ ആയിട്ട് കമന്റ് ചെയ്യാ. അല്ല അല്ലേ, തള്ളിയെങ്കിൽ നിങ്ങൾ വേണോ പറഞ്ഞാൽ മതി, ഇല്ലാന്ന്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ബൈ. അയ്യോ, ഏലക്കായിട്ട കട്ടൻ ചായ അവിടെ തിളച്ചോണ്ടേ ഇരിക്കുക. കൂടെ ഒന്ന് ഊതി ഊതി അതും കൂടെ കുടിക്കട്ടെ, അതായിരിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ. ഓക്കെ, ബൈ.